Hello friends, welcome to my channel. മലബാർ സ്പെഷ്യൽ കോഴിവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അതുപോലെ തന്നെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യും, ബീഫ് വെച്ചിട്ടും ചെയ്യും. നമ്മളിവിടെ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ കറിയിൽ കൂടെ വേവിച്ചെടുക്കുക ചെയ്യുക. ഒരു ഓവർ വേവ് ആവേണ്ട, ഒരു 1/4 വേവ് ആകുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ബീഫ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. വലിയ മിക്സി ആണെങ്കിൽ ഒറ്റ തവണ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 തവണയായിട്ട് ചെയ്തെടുക്കാം. കോഴിവടയിലേക്കുള്ള ബീഫ് സെപ്പറേറ്റ് ആയിട്ടും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സാധാ പോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി 10 സവാള ചെറുതാക്കി അരിഞ്ഞത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ 8 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബീഫിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാല ഉണ്ടാക്കാനായിട്ട് 1/2 kg ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവാള ഒരുവിധം വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
ഈ സവാളയും ബീഫും ഒക്കെ ഒരു 90% മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ഒന്നുകൂടെ മൊരിഞ്ഞ് കിട്ടും. കുഴിയട ഉണ്ടാക്കുമ്പോൾ സാധാരണ മസാല ഒരു ദിവസം റെഡിയാക്കി വെക്കും. പിന്നെ ബാക്കിയുള്ള മാവിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക വേറൊരു ദിവസമാണ്. പിന്നെ വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ്. ഒറ്റയ്ക്കല്ല, എല്ലാവരും ഹെൽപ്പിനുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ 4 കപ്പ് മൈദ അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കപ്പിൽ മെഷറിംഗ് കപ്പിൽ അളന്നിട്ട് 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. സാദാ നെയ്യ് ഒരു 1/4 കപ്പ് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു 2-3 ടീസ്പൂണ് വെള്ളം കൂടി ആവശ്യം വന്നിട്ടുള്ളൂ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തി തുടങ്ങാം. ഇനി ഇതിനൊരു ഉരുള എടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുക. ഓവറായിട്ട് കനം കുറയാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. എന്നാൽ ഓവറായിട്ട് കട്ടി കൂടാനും പാടില്ല. അപ്പോൾ വേവാനും പണിയാണ്. മസാല ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി. ഈ ഒരു കട്ടിയിലായി കഴിഞ്ഞാൽ ഒരടപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്കിതുപോലെ ചെറിയ ചെറിയ അടകളാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കുക. ഓവറായിട്ട് വെക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് മുടങ്ങിയെടുക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ അറ്റമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ ലാസ്റ്റ് ഷേപ്പ് ചെയ്യുന്നത് ഒരു പിരിഞ്ഞൊരു മോഡലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ഒരു പിരി മോഡലാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അറ്റം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ എല്ലാ അടയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് അടകൾ ഇട്ട് കൊടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് ഓവറായിട്ട് ബ്രൗൺ ആവണ്ട, ഒരു നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കേണ്ടത്. നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നോക്കിയിട്ട് ഇട്ട് വെക്കുക, ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കോഴിയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊന്നാനിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി രണ്ടാമത്തെ ബാച്ച് കോഴിയട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ഫ്രൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ.